തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഐബി ഉദ്യോഗസ്ഥ മേഘ ഗർഭചിത്രം നടത്തിയിരുന്നതായി കുടുംബം. തന്റെയും മേഘയുടെയും വീട്ടുകാർ തമ്മിൽ വിവാഹാലോചന നടത്തിയിരുന്നുവെന്ന ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലെ സുഗാന്തിന്റെ വാദവും യുവതിയുടെ അച്ഛൻ തള്ളി. കേസിൽ കുടുംബവും അഭിഭാഷകനെ നിയോഗിക്കും. സഹപ്രവർത്തകയായ 24-കാരിയുടെ ആത്മഹത്യയിൽ താൻ നിരപരാധിയാണെന്ന് മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് സുരേഷിന്റെ വാദം. യുവതി മരിച്ചതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. യുവതിയും താനുമായി പ്രണയത്തിലായിരുന്നുവെന്നും കുടുംബങ്ങൾ തമ്മിൽ വിവാഹാലോചന നടത്തിയിരുന്നുവെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. എന്നാൽ സുഗാന്തിന്റെ വാദങ്ങൾ പത്തനംതിട്ടയിലെ യുവതിയുടെ കുടുംബം തള്ളി. വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ യുവാവ് മകളെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് യുവതിയുടെ അച്ഛൻ പറഞ്ഞു. നമ്മൾ ഇക്കാര്യം മോളോട് ആദ്യമേ കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞു അവരുടെ വീട്ടുകാർ ഇവിടെ വന്ന് അന്വേഷിക്കാൻ. എന്നാൽ അവർ അത് ഒഴിഞ്ഞു മാറുകയല്ലാതെ വരികയോ നമ്മളെ വിളിക്കുകയോ യാതൊരു അതുമായി തുടർന്നുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരിവിടെ വന്നു എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. മകൾ ഗർഭചിത്രം നടത്തിയതായി പോലീസിൽ നിന്നറിഞ്ഞു. 2024 ജൂലൈ മാസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഗർഭചിത്രം. ഇതടക്കം ചൂഷണത്തിന്റെ തെളിവുകൾ പോലീസ് കൃത്യമായി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അച്ഛൻ പറഞ്ഞു. അടുത്ത ദിവസം പോലീസ് റിപ്പോർട്ട് ഹാജരാക്കും. യുവതിയുടെ കുടുംബവും അഭിഭാഷകനെ നിയോഗിക്കുമെന്നാണ് വിവരം. യുവതിയുടെ ആത്മഹത്യയിൽ കുടുംബം ആരോപണം ഉന്നയിച്ചതു മുതൽ ഐബി ഉദ്യോഗസ്ഥനായ സുഗാന്ത് സുരേഷും കുടുംബവും ഒളിവിലാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.